വേടന് പാട്ട് പാടാൻ പോലും ഇന്ന് കഴിഞ്ഞത് ഒരു തലമുറയുടെ ഉയരും ചെയ്തുമാണ്. വേടൻ്റെ പാട്ടൊക്കെ അതൊക്കെ നല്ലതാണ്. യുദ്ധത്തിന് നോ മോർ വാർ എന്ന് പറയുന്നത് കലാകാരന്മാർ. അതൊക്കെ എന്താ ആരെങ്കിലും ചില അതിശോക്തിയിലടക്ക് ചില MDMA ഒക്കെ അടിച്ചിട്ട് പറയും. വേണ്ടാത്ത ആരോ പറഞ്ഞു മതി ചിന്തിയ നാടകം വായന ഇതൊന്നും മരിക്കൂല കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ പ്രിയ കലാകാരനായ മുഹമ്മദ് പേരാമ്പ്ര ഇവിടെ കൂടിയാണുള്ളത്. അദ്ദേഹം നമ്മൾക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കലാരംഗത്ത് പ്രത്യേകിച്ച് നാടകത്തിലൂടെ സിനിമയിൽ വന്നു. കൂടാതെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം കെടാത്ത ചൂട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആത്മകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യമായി മുഹമ്മദ് ക, എങ്ങനെയാണ് ഈ നാടക ഇതിലേക്ക് എത്തിപ്പെട്ടത്? അതിനെക്കുറിച്ചൊന്ന്. നാടകത്തിൽ എത്തിച്ചേർന്നത് സമൂഹത്തിനെ മാറ്റാൻ വേണ്ടി മാത്രമല്ല. കെട്ടിയോ അല്ലെങ്കിൽ തോപ്പിൽ ബാസിയോ കേദാമോനൊന്നും നാടകത്തിൽ വന്നതുപോലെ വന്നതല്ല. ഞാൻ പഷ്ണിയുള്ളൊരു കുടുംബത്തിൽ നിന്ന് പഷ്ണി മാറ്റാൻ വേണ്ടി അരങ്ങിലെത്തിയവർ. അതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെയാണ് നാടകത്തിലെത്തുന്നത്. അല്ലാതെ പിന്നെ ഒരു സമൂഹത്തിൻ്റെ വീട്ടിൽ പെട്ടതിൽ പാടിനെ പോലെയോ അല്ലെ MRBനെ പോലെയോ ഒന്നും സമൂഹം മാറ്റിയെടുക്കാൻ വേണ്ടിയല്ല. എന്നാൽ നാടകം കളിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളെന്ന നിലക്ക് ഒരുപാട് പ്രശ്നം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ട ഒരാളാണ് നിലമ്പൂർ ആയിഷത്ത. കാരണം വെടിയുണ്ട ഉണ്ട് ജീവിതത്തിൽ ഇപ്പോഴും. അപ്പോൾ കല എന്ന് പറയുന്നത് KTD ഭാഷയെ പറഞ്ഞ ഒരു സമരായുധമാണ്. അധാർമികതയോട് മാറ്റുരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് കല എന്ന് പറയപ്പെടുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് ലഹരികളുടെ ഒരു വല്ലാത്ത ലോകത്താണ്. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ ലഹരി കലയാണ്. കലയ്ക്ക് ജാതിയില്ല, മതമില്ല. നമുക്ക് എപ്പോഴും പറയായിരുന്നു, കലയുള്ളിടത്തിൽ കലാവുണ്ടാവില്ല. അത് ഏത് ലോകത്തായാലും. കാരണം ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങളെയും പിന്നിൽ കല വലിയ സമരായുധമായിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് കലകളിലൂടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കലയെപ്പറ്റി എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവരെ ചോർത്ത് പിടിക്കുന്ന ഒരു വലിയ ചരിത്രത്തിൻ്റെ വലിയ ഒന്നിൻ്റെ പേരാണ് കല അല്ലെങ്കിൽ നാടകം എന്നൊക്കെ പറയുന്നത്. അടുത്ത എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ റീൽസ് അത്തരം കാര്യങ്ങൾ വന്നതിന് ശേഷം നാടകത്തിൻ്റെ പ്രാധാന്യം കുറയുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയൊന്നും അതൊക്കെ ഒരു എന്താണ് വേണ്ടാത്ത ആരോ പറഞ്ഞു മതി ചിന്തിയ നാടകം വായന ഇതൊന്നും മരിക്കൂല കേട്ടോ. ലോകമുള്ള കാലം വരെ മരിക്കൂല. റീൽസല്ല ഇനി എന്ത് വന്നാലും മരിക്കൂല. കാരണം റീൽസൊക്കെ യാദൃച്ഛികമായിട്ട് ഇപ്പം അങ്ങ് നിൽക്കും. പക്ഷേ നാടകവും കലയൊക്കെ ഇപ്പോഴും ലോകത്ത് എല്ലാ ഇടങ്ങളിലും, ഇപ്പം കേരളത്തിൽ തന്നെ ഓരോ ദിവസവും ഇറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ എത്രയാണ് ഇറങ്ങുന്നത്, എത്ര വായനക്കാരാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ചിലർ അതിശയോക്തികാരെന്ന് പറയുന്നതാണ്. നാടകം മരിക്കുന്നു, പത്രവായന മരിക്കുന്നു. ഇല്ലന്ന് ഒന്നും വായിക്കൂല, അങ്ങനെയൊന്നും മരിക്കൂല. അത് അങ്ങനെ മരിക്കാൻ പാടില്ല. കാരണം എന്നറിയോ, അതൊക്കെ മരിച്ചു പോയാൽ ഈ ലോകമില്ല എന്നുള്ള. ഇപ്പം ഈ ലോകം ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയില്ല. യുദ്ധത്തിന് നോ മോർ വാർ എന്ന് പറയുന്നത് കലാകാരന്മാർ ലോകത്തെല്ലാം എഴുതും. ഈ ചാർലി ചാപ്ലിനോട് നമ്മുടെ അപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ തലവൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങ് പിന്നൊന്നും പറയാതെ ജനങ്ങളെ ചിരിപ്പിക്കുന്നല്ലോ. അന്നേരം പ്രിയപ്പെട്ട ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, അല്ല അത് ശരിയാണ്, പക്ഷേ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അങ്ങാണ് ലോകത്തിന് ഏറ്റവും വലിയ മഹാനായി തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലോകത്തിൻ്റെ ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ ചിരിപ്പിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഒന്നാണ്. പക്ഷേ നാടകത്തിന് ഇപ്പോൾ ഇത് ഭൂമിയാണെന്ന് പറയാൻ കേട്ടിക്ക് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ഇത് ഭൂമിയാണ്, നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി പാട്ടമാക്കി. അതുകൊണ്ട് ഒരു കാര്യം ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ലോകത്ത് മറ്റെന്തെന്ന് വെച്ചാൽ വായനയും നാടകമൊന്നും അവസാനിക്കില്ല. 1,25,000 അശ്വരശോകമുള്ള മഹാഭാരതം വായിക്കാൻ തുടങ്ങിയത് കാലം അത്രയും. ഓരോരോ കർക്കിടകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നാടകങ്ങൾ നമ്മൾ വായിക്കണ്ടില്ലേ, അതൊന്നും ഇപ്പം നശിക്കുകയില്ല. കാലം മാറുന്നില്ല, കാലത്തിലിരിക്കുന്ന മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പുതിയ തരംഗത്തിൻ്റെ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ്റെ പാട്ടിന് ഒരു നാടകക്കാരനെന്ന നിലക്കും അല്പം ഒരു ഇടതുപക്ഷത്തിൻ്റെ യാത്രയെന്ന നിലക്കും ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന നിലക്കും ഞാനെതിരെയല്ല. എന്നാൽ ഈ വേടനിപ്പോൾ പാട്ട് പാടിയിട്ട് ജാതി എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ്
ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാം. അത് വേടൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് കൊടുക്കാം, ഈഴവൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ ഒരു നൂറ്റാണ്ട് അതുണ്ടായിരുന്നില്ല. അന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ ഉമ്മറത്ത് ചമ്മറം പടിഞ്ഞിരുന്നിട്ട് സമരം ചെയ്ത ഒരാളെ പേര് AKG എന്നാണ്. മണിയടിച്ച ആളെ പേര് കൃഷ്ണപിള്ള എന്നാണ്. അങ്ങനെ കൃഷ്ണപിള്ള മണിയടിച്ച് AKG ഇരുന്നിട്ടാണ് ഗുരുവായൂർ അമ്പലം തുറന്നു കൊടുത്തത്. അല്ല നേരത്തെ കുറ്റി പൈസ കൊട്ടിയിട്ട് പാട്ട് പാടിയിട്ട് മാത്രമൊന്നുമല്ല. വളരെ പാട്ടൊക്കെ അതൊക്കെ നല്ലതാണ്. പക്ഷേ വേടൻ ഓർക്കപ്പെടേണ്ടത് വെങ്ങാനൂർ ഗ്രാമത്തിൽ ഞാൻ ചയ്യങ്കാളി ഒരുക്കെ പറഞ്ഞൊരു വർത്താനുണ്ട്, മുളങ്കാട് പൊലിയാവണം മനുഷ്യൻ. എന്താ മുളങ്കാടിന് എന്താ ഗുണം? മുളങ്കാടിനൊരു ഗുണമുണ്ട്. എന്താ കാരണം? വേരുകൾ ആഴത്തിലാണ്, കൂട്ടമായിട്ടാണ്. ഒരു കൂട്ടമായ ജനതയുടെ ഉയരും ജീവിതവുമാണ്. ഒരു നങ്ങേലി മാറിടത്തിലെ മുല അരിഞ്ഞു കൊടുത്തിട്ടാണ് സമൂഹത്തിലൊരു വലിയ നീതികേടിനെ ചോദ്യം ചെയ്ത് കല്ലുമാല വലിച്ചെറിഞ്ഞത്. അതൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. അവിടെ വേറെ പാട്ട് പാടുന്നതൊന്നും ഞാനെതിരല്ല. പക്ഷേ ഇതിനൊക്കെ മുൻപ് അത് ഞാൻ പറഞ്ഞത്, വേടന് പാട്ട് പാടാൻ പോലും ഇന്ന് കഴിഞ്ഞത് ഒരു തലമുറയുടെ ഉയരും ചെയ്തു. ജാതീയതക്കെതിരെ പോരാടിയത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആർക്ക് എന്ത് തോന്നിയാലും ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഒരു വലിയ ചരിത്രമാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇതിനൊക്കെതിരായിട്ട് പോരാടിയതൊക്കെ. അതിന്നും അങ്ങനെ തന്നെയാണ്. ഉത്തരേന്ത്യയിലും ഇവിടെ ഇപ്പോൾ ചത്താ കൊച്ചിടാൻ മണ്ണില്ലേ, ഉത്തരേന്ത്യയിലില്ല. അവിടെ പോയി പാടുന്നു ശരിക്കും വേടനൊക്കെ പാട്ട്. സൈക്കിളിൻ്റെ മുകളിൽ കെട്ടിക്കൊണ്ടുപോകണം. ഇവിടെ അത് വേണ്ട, ഇവിടെ അത് വേണ്ട. ഇവിടെ കൊച്ചിടാൻ 6 അടി മണ്ണുണ്ട്. ഒരു ഏലംകുളം മനക്കല നമ്പൂരി കുടുംബ വലിച്ചെറിഞ്ഞതാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് വേടൻ പാടിക്കൊണ്ടിരിക്കുക. പക്ഷേ വേടൻ്റെ പാട്ടിൽ ജാതികളെ മാത്രം കേന്ദ്രീകരിക്കരുത്. ഇരുട്ട് വ്യാപിക്കുന്ന മണ്ണിനെ മാറ്റാൻ പാട്ടിനെ എങ്ങനെ ഉപയോഗിക്കാം? വേടൻ്റെ കർമ്മം അതാണ്, പാട്ട് പാടുക, എന്നിട്ട് പുതിയ ചരിത്രം ഉണ്ടാക്കുക. ഇല്ലേ, തലപൊട്ടി ചോര വന്നേ, ചോര വീണ മണ്ണിൽ കല്ല് പാകിയ മണ്ണിലൂടെ പ്രിയപ്പെട്ട അയ്യങ്കാളി 13 വയസ്സുള്ള പ്രിയപ്പെട്ട പഞ്ചമിയും കൊണ്ടുപോയി. ഇന്ന് പഞ്ചമിയുടെ വൈക്കം സത്യാഗ്രഹ സംരംഭത്തിൽ അയ്യങ്കാളി വന്നിട്ട് ഏക്കോജിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വേടം പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അങ്ങയുടെ മുഖത്തൊരു ഖിന്നത എന്ന് ചോദിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞൊരു മറുപടി, എൻ്റെ ജാതിയിൽപ്പെട്ട 10 പേർക്ക് BA-ക്കാരാവണമെന്ന്. ഇപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് പിന്നീട് ഒരു KR നാരായണൻ ഹരിജനാണ്. കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരുപാട് ഹരിജനങ്ങളാണ്. അതൊക്കെ ഒരു വലിയ മാറ്റമാണ്, ചരിത്രത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടുന്നതിന് പാട്ടൊക്കെ നല്ലതാണ്, നല്ല പാട്ട്, നല്ല രസമുണ്ട്. കൂടെ സാധാരണക്കാരൻ എത്ര ആളും ഉയർന്ന് പഠിക്കുന്നുണ്ട്. KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടില്ലേ ഇന്ന്? ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇപ്പോൾ ആരാന്ന്? ഇന്ത്യയുടെ BJP ഭരിക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ തലപത്തി ആരാ? ഒരു ദളിത് അല്ലേ? അതൊക്കെ പിന്നെ നമ്മളിതിന് എന്താ പറയാത്തതെന്ന് വെച്ചാൽ, വേടൻ എങ്ങനെ ഇതിനൊക്കെ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, മാറ്റപ്പെടേണ്ടത് മാറുക തന്നെ ചെയ്യും. മാറ്റമില്ലാത്ത ഒറ്റ കാര്യങ്ങൾ, മാറ്റമെന്ന വാക്കിന് മാത്രം. ബാക്കിയൊക്കെ മാറിയേ മതിയാവും. അതാണ് അത് ലോകത്തിൻ്റെ ചരിത്രം അതല്ലേ. അപ്പോൾ ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഏതായാലും കല അത് ജാതി ഉണ്ടാക്കാനാവരുത്, മാനവികതയെ മനുഷ്യനെ മാറ്റാനുള്ളതാവണം കല എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏത് കലാകാരനായാലും ആരായാലും നന്ദി, നമസ്കാരം. വേടാ പാട്ടുകൊണ്ട് പാട്ടുപാടി ഉറക്കാനില്ലേ, പണ്ടൊരു പാട്ടുണ്ട്, പാട്ടുപാടി അല്ലേ, പാട്ടുകൊണ്ട് ചൂട്ടുകുട്ടി മൂത്ത് കുത്തും ഞാൻ, പാട്ടുകൊണ്ട് ചൂട്ട് കെട്ടി മൂത്ത് കുത്തും ഞാൻ. അങ്ങനെ പാടിയൊരു കേരളമാണ് ഈ കേരളം. അവിടെ പ്രിയപ്പെട്ട വേടൻ പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി അധാർമികതയുടെ, ലഹരിയുടെ, കഞ്ചാവിൻ്റെ മൂത്ത് കുത്താൻ ഒരുങ്ങുക. അതാണ് ഏറ്റവും യോഗ്യത എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും.